ഡിവൈഡറിന് രണ്ട് വണ്ടി പോകാനുള്ള ഒരു ഗ്യാപ്പില്ല. ഫോണിൻ്റെ അടിസ്ഥാനത്തോടെ വണ്ടി പോണത് മാത്രമല്ല, വലിയൊരു ലോറി വന്നു കഴിഞ്ഞാൽ ട്രാഫിക് വീണ്ടും ജാമാവുകയാണ്. ഡിവൈഡർ കൊണ്ട് നമുക്ക് കാര്യങ്ങളൊന്നുമില്ല. വളാഞ്ചേരിയിലെ ഡിവൈഡറുകൾ അപകട സാധ്യതകൾ കൂട്ടുമ്പോഴും വേണ്ട നടപടികൾ സ്വീകരിക്കാതെ അധികാരികൾ. വളാഞ്ചേരി ജംഗ്ഷനിലെ പട്ടാമ്പി റോഡിലും പെരിന്തൽമണ്ണ റോഡിലുമാണ് രാത്രികളിൽ ഡിവൈഡറുകളിൽ വാഹനങ്ങൾ ഇടിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പട്ടാമ്പി റോഡിലും പെരിന്തൽമണ്ണ റോഡിലും ഡിവൈഡറുകളിൽ തട്ടി വാഹനാപകടങ്ങൾ സംഭവിച്ചിരുന്നു. റോഡ് വീതിയില്ലാത്തതും അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നതായി നാട്ടുകാർ പറയുന്നു. പിന്നെ ഭയങ്കര ബ്ലോക്ക് തന്നെ, ആ ബ്ലോക്കിനൊരു മാറ്റം വന്നിട്ടില്ല. അതുള്ളതുകൊണ്ട് പിന്നെ കുറച്ചും കൂടി ബ്ലോക്ക് അധികമാണ്. ഈ ഡിവൈഡറിന് വണ്ടി എടുക്കണതിനെ കുറിച്ച് എന്താ പറയുള്ളത്? വണ്ടി എടുക്കുന്നത് ആ ഡ്രൈവർ ആളുകളെ ശ്രദ്ധപ്പെടുന്നില്ല. തന്നെ എന്താണ് സംഭവം? അങ്ങനെയാണ് എപ്പോഴാണ് കൂടുതൽ അപകടം വരുന്നത്? റോഡ് വീതിയില്ലാത്ത സമയത്തിന് രാത്രിയിലും പകലൊക്കെ സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മൾ വളാഞ്ചേരിയുമായി ബന്ധപ്പെടാത്ത ആളുകളൊക്കെ വരുമ്പോൾ കൂടുതലും സംഭവിക്കുന്നത്. ഡിവൈഡർ നിർമ്മാണത്തിന്റെ അശാസ്ത്രീയത മൂലമാണ് പട്ടാമ്പി റോഡിലേക്ക് വരുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർ പലപ്പോഴും ഡിവൈഡർ കാണാത്ത സാഹചര്യം ഉണ്ടാകുന്നതെന്നും രാത്രികളിൽ അപകട സാധ്യത കൂട്ടുന്നതെന്നും നാട്ടുകാർ പറയുന്നു. സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അവ പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. മാത്രവുമല്ല, റോഡിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതും ഡിവൈഡറുകളിൽ റിഫ്ലക്ടർ പതിച്ചിട്ടില്ലാത്തതും അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ചെറിയ തലനാരിലേക്കാണ് ഒഴിവാക്കിപ്പോയത്. ഡിവൈഡറിന് രണ്ട് വണ്ടി പോകാനുള്ള ഒരു ഗ്യാപ്പില്ല. ഫോണിൻ്റെ അടിസ്ഥാനത്തോടെ വണ്ടി പോണത് മാത്രമല്ല, വലിയൊരു ലോറി വന്നു കഴിഞ്ഞാൽ ട്രാഫിക് വീണ്ടും ജാമാവുകയാണ്. നമ്മൾ ട്രാഫിക് ഒഴിവാക്കാനേ ഡിവൈഡർ ഇട്ടിട്ടുള്ളൂ. പക്ഷെ അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അത് ഡിവൈഡറോട്ട് വലിയ കാര്യമൊന്നും ഇവിടെ കാണാനില്ല. മാത്രമല്ല, ഡിവൈഡർ റിഫ്ലക്ടറോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം കരി പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് പുറമുള്ള ആൾക്കാർ വന്ന ഡിവൈഡർ കാണുന്നത്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്ന് കാറുകാരൻ ഒന്ന് ഇടിച്ചു തന്നു. നല്ലതായിരിക്കണം, പരിക്കൊന്നുമില്ല, രക്ഷപ്പെട്ടാൽ മതി. ഇന്നലെയും ഇവിടെ പട്ടാമ്പി റോഡിൽ ആക്സിഡന്റ് ഉണ്ടായി. പട്ടാമ്പി റോഡിൽ ഇപ്പോൾ നേരത്തെ ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഇന്നലെ ആക്സിഡന്റ് ഉണ്ടായി എന്ന് പറഞ്ഞു. എന്തായാലും ഡിവൈഡർ കൊണ്ട് നമുക്ക് കാര്യങ്ങളൊന്നുമില്ല. പട്ടാമ്പി റോഡിലെ അപകടങ്ങളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലും വേണ്ട മുന്നറിയിപ്പ് ബോർഡുകൾ അധികൃതർ സ്ഥാപിച്ചിട്ടില്ല. അപകട സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ട നടപടികൾ ആവശ്യപ്പെട്ട് ജനപ്രതിനിധികളും നാട്ടുകാരും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.